ഞങ്ങൾ കടലാസ് പുലിയാണെങ്കിൽ നിങ്ങൾ ചപ്പു ചവറാണ്. ഇത് പറയുന്നത് നമ്മളാരുമല്ല, ലോകത്തിലെ വളരെ പ്രമുഖമായ 2 രാഷ്ട്രത്തലവന്മാരാണ്. അതിലൊരു തലവനാകട്ടെ മുടിചൂടാമന്നൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ബ്രിട്ടീഷുകാരെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി അമേരിക്കയാണ് ലോകത്തെ കീഴ്മേൽ മറക്കുകയും ലോക പോലീസ് എന്നറിയപ്പെട്ടിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക പറയും, ബാക്കിയുള്ളവർ അനുസരിക്കും. അങ്ങനെയുണ്ടായിരുന്ന അമേരിക്കയാണ് ഇന്നിപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് അതിനകത്ത് ആഭ്യന്തര കലാപവും ആഭ്യന്തരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിരോധവും ആളുകളെ പിരിച്ചുവിടലും വലിയ പ്രതിസന്ധിയിലാണ് അമേരിക്ക പോകുന്നത്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രയോഗം, പേപ്പർ ടൈഗറാണ്, പേപ്പർ കടലാസ് പുലിയാണ് റഷ്യ ഒന്നുമില്ല എന്ന് പറയുന്നു. ഇതിന് അപ്പോൾ ഒന്നുമല്ലാത്ത റഷ്യ, കാരണം ഉക്രൈൻ റഷ്യ സമരത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ലോകം കണ്ടിട്ടുള്ളതല്ല ആണവ യുദ്ധം 1962 കണ്ട ആണവ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ യൂറോപ്പ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് ഉക്രൈൻ റഷ്യൻ വൈര്യം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കം, യുദ്ധം. വലിയ തോതിലാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ മാസങ്ങളായി നടക്കുന്ന യുദ്ധം. ഈ യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ടും കൂടി തനിക്ക് നോബൽ സമ്മാനം കിട്ടണം എന്നുള്ള നിലയിലാണ് ട്രംപ് നിൽക്കുന്നത്. പക്ഷേ അതിനൊന്നും സാധ്യതയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ സമയത്താണ് റഷ്യയുടെ വ്ളാഡിമിർ പുടിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ കടലാസ് പുലിയാണ്, നിങ്ങൾ അത്ര വലിയ ശക്തിയൊന്നുമല്ല. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, നാറ്റോ സഖ്യത്തെ, നിങ്ങളുടെ മുഴുവൻ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളെയും ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എതിർക്കുകയാണെങ്കിൽ ഞങ്ങളാണോ പുലി, കടലാസ് പുലി, നിങ്ങളാണോ ചപ്പ് ചവർ, അല്ലെങ്കിൽ കടലാസിനേക്കാൾ താഴെയുള്ള എന്തെങ്കിലും വസ്തുക്കളായി നിങ്ങളാണോ തകർന്നടിയാൻ നിൽക്കുന്നതെന്ന് വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാറ്റോ സഖ്യത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അത്രയും ആളുകൾ അപ്പുറത്ത് നിന്നിട്ടും ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നില്ലേ, ആ ഞങ്ങളല്ലേ വലുതെന്ന് ചോദിക്കുന്ന റഷ്യയുടെ ഒരു ചോദ്യമുണ്ടല്ലോ, അത് വളരെ വലിയ തോതിലാണ് ലോകത്ത് വരുന്നതും. യുദ്ധങ്ങളെല്ലാം വരുന്നത് മാനുഷിക സംഘർഷങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ഈഗോയിൽ നിന്നുമൊക്കെയാണെന്ന് പറയാറുണ്ട്. കോംപ്ലക്സും ഈഗോയും മനുഷ്യനുണ്ടാകുന്ന ഷോർട്ട് ടെമ്പർ തീരുമാനങ്ങളുമൊക്കെയാണ് പലപ്പോഴും യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഏറ്റവും വലിയ യുദ്ധമെന്ന് പറയുന്നത് ഒരു കാരണവശാലും മിസൈലുകൾ കൊണ്ടുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ ഡ്രോണുകൾ കൊണ്ടുള്ള യുദ്ധമല്ല. യുദ്ധമെന്ന് പറയുന്നത് വാക്പോരാണ്. വാക്കുകളാണ് വളരെ പ്രധാനം. വാക്പോരുകൾ എന്തെല്ലാം യുദ്ധം അവസാനിച്ചാലും, ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നിരുന്നാൽ പോലും, ചർച്ച ചെയ്ത് തീർത്താൽ പോലും വാക്പോര് അത് ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകൾ നിലനിൽക്കും. വർഷങ്ങളോളം അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പാലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ കാണുന്നത് അതാണ്. തീർച്ചയായിട്ടും തലമുറകൾ തന്നെ കൊണ്ടുപോകും. ഇതെല്ലാം വളരെ വലിയ വിഷയമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കടലാസ് പുലി നാറ്റോ സഖ്യ തർക്കം ലോകത്ത് നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ വിളിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ കളിയാക്കിയതാണെങ്കിൽ അതിന് അതേ നാണയത്തിൽ വളരെ കൃത്യമായി റഷ്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കൂട്ടരുടെയും വാദപ്രതിവാദങ്ങളായിരിക്കും ഇനി സഖ്യരാഷ്ട്രങ്ങൾ ഏറ്റുപിടിക്കുന്നത്. അപ്പോൾ ഒരു വലിയ 2 നേതാക്കൾ അഭിപ്രായം പറയുമ്പോൾ ചെറിയ കുഞ്ഞുമീനുകൾ, നെത്തോലികൾ തലയെടുക്കും. അവരും അഭിപ്രായം പറഞ്ഞ് ചേരി തിരിയും. ഇതാണ് ലോകത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ ദുരന്തവും ദുര്യോഗവും.